മിസ്റ്റർ വേടൻ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. രാഷ്ട്രീയത്തിലായാലും കലയിലായാലും സംസ്കാരത്തിലായാലും എവിടെയായാലും പെട്ടെന്നുദിച്ചതെല്ലാം പെട്ടെന്ന് അസ്തമിച്ചിട്ടുണ്ട്. പ്രഫുല്ലകുമാർ മൊഹന്ത ആസാമിൽ, അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ രാഷ്ട്രീയ നേതാക്കൾ. അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സിനിമാ നടന്മാരും നടികളെയൊക്കെ എടുത്തോളൂ. ഷക്കീല എന്തൊരു ഹരമായിരുന്നു, കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും വരുന്നു. അവിടെ ഷക്കീല വന്ന ഉടനെ തന്നെ ഷക്കീലയുടെ കുറച്ച് ഈ സെക്സ് സിനിമകളൊക്കെ വന്നപ്പോൾ സജിന പിന്നെ മേരി എന്നൊക്കെ പറഞ്ഞ് കുറേ സ്ത്രീകൾ വന്നു. ഇപ്പോൾ എവിടെയാണ് എല്ലാവരും? ജാസി ഗിഫ്റ്റിൻ്റെ പാട്ട് വന്നു, ഭയങ്കര ഹരമായിരുന്നു. കോളേജുകളിലൊക്കെ പിള്ളേർ ആ പാട്ട് തന്നെ ആളുകൾ എല്ലാവരും പാടുന്നു. വളരെ വലിയ പാട്ടാണ് പാടിയത്. ഇപ്പോൾ എവിടെ ജാസി ഗിഫ്റ്റ്? 2 പാട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതുപോലെ കലാഭൻ മണി മരിച്ചുപോയി, അത് വേറെ വിഷയം. ഞാൻ പറയുന്നത്, നമ്മൾ ഏതെങ്കിലും തരത്തിലൊക്കെ നമ്മൾ കലയിലെ രംഗത്തായാലും ഗാനത്തിൻ്റെ രംഗത്തായാലും സ്ലോ ആൻഡ് സ്റ്റഡി അല്ലാതെ വളരാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് വളർന്നാൽ അത് വീണുപോകും. നമ്മൾ കാർ ഓടിക്കുമ്പോൾ 4ാമത്തെ ഗിയറും പിടിച്ച് 5ാമത്തെ ഗിയറുള്ള വണ്ടിയാണെങ്കിൽ 5ാമത്തെ ഗിയറും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിറകോട്ടെ പിടിക്കാൻ പറ്റുള്ളൂ. ഓടി മലയുടെ മണ്ടേ കയറിയാൽ പിന്നെ താഴോട്ടേ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ആവശ്യമില്ലാതെ പ്രധാനമന്ത്രിയെ തെറി പറയുക, പാലസ്തീൻ്റെ കൊടിയെടുത്തുകൊണ്ട് ബഹളം കാണിക്കുക, ശ്രീലങ്കക്കാരോട് പറയുക. നിങ്ങൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ദളിത് രാഷ്ട്രീയമോ ദളിതന്മാരുടെ മണ്ണിൻ്റെ ഭൂമിയുടെ അവകാശത്തിൻ്റെ കഥകളോ ഒരുപാട് കാര്യങ്ങൾ പറയാം. അതൊന്നും കാര്യമില്ല, അതൊന്നും ഒരു പ്രശ്നമല്ല. അതൊക്കെ കേട്ടാൽ മനസ്സിലാവുന്നൊരു സമൂഹം തന്നെയാണ് ഇവിടെ ഉള്ളത്. പഴയ കാലമല്ലല്ലോ, പഴയ കാലമൊക്കെ പോയല്ലോ. ഇപ്പം എല്ലാവർക്കും ഇതൊക്കെ കേട്ടാലും ജാതിയുടെയും മതത്തിൻ്റെ അതിർവരമ്പുകൾക്കകത്ത് നിന്നുകൊണ്ട് മാത്രം ജീവിക്കുന്നവരല്ല ഇപ്പോൾ ഉള്ള സമൂഹം. അതുകൊണ്ട് തീർച്ചയായിട്ടും വേടൻ നന്നായി ഒരു ഹോംവർക്ക് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു ഉപദേശമൊന്നുമല്ല ഞാൻ തരുന്നത്, ഒരു നിരീക്ഷണമാണ്. വേട വീണു പോകും. ഇതുപോലെ എത്രയോ ആളുകൾ വന്നു, വളരെ ആവേശത്തോടു കൂടി വന്നു, അവർ വീണുപോയി. അല്ലെങ്കിൽ ഉഷാ ഉദുപ്പിനെ പോലെ റിമി ടോമി നോക്കൂ, എന്തൊരാവേശമായിരുന്നു, എന്തൊരു ഹരമായിരുന്നു. കേരളത്തിൽ ചെറുപ്പക്കാരുടെ ഹരമായിരുന്നു റിമി ടോമി. ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നിൽക്കാൻ പറ്റില്ല. അത് അങ്ങനെ പോകും. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണു പോകും. അതിൻ്റെ ഒരു ചരിത്രം അങ്ങനെയാണ്, ഇതിൻ്റെ രീതി അങ്ങനെയാണ്. ആരും പിടിച്ചില്ലെങ്കിൽ പ്രകൃതി പിടിക്കും. ഈ വാക്ക് ശ്രദ്ധിച്ചോണം. വേടനെ പോലെയുള്ളവർ ആരും പിടിച്ചില്ലെങ്കിൽ പ്രകൃതി കയറി പിടിക്കും. കാരണം അങ്ങനെ യാതൊരു ലൈസൻസും ഇല്ലാതെ എല്ലാവരെയും എന്തും പറയുന്ന രീതിയിലേക്ക് മാറിയാൽ അത് പിടിക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇത് ഓർമ്മയിരിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞതെല്ലാം കൂടി ചേർത്ത് വേടനൊരു പുതിയ ഹോംവർക്ക് ചെയ്താൽ അത് വേടനും നല്ലത്, സമൂഹത്തിനും നല്ലത്.